മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. NMMS പരീക്ഷയ്ക്ക് വരുന്ന സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണ് റിപ്പീറ്റഡ് സീക്വൻസ്, ആവർത്തിച്ച് വരുന്ന സെറ്റായിട്ടുള്ള അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾ. അപ്പോൾ ഏത് ക്രമത്തിലാണ് അവയെ ക്രമീകരിക്കുന്നത് എന്ന് പല കുട്ടികൾക്കും എത്ര പഠിച്ചു കഴിഞ്ഞാലും കിട്ടാത്തൊരു സംഭവം ഉണ്ടാകും. അപ്പോൾ അതിന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. ആകെയുള്ള അക്ഷരങ്ങളുടെ എണ്ണവും അവിടെ വിട്ടുപോയിട്ടുള്ള സ്ഥലങ്ങളുടെ എണ്ണവും കണക്ക് കൂട്ടിയെടുത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് അത് സഹായിക്കും. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിപ്പീറ്റഡ് സീക്വൻസിൻ്റെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ആകെ എത്ര സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നോക്കുക. അതായത് അക്ഷരങ്ങളും അതേപോലെ തന്നെ ബ്ലാങ്കും ആയിട്ട് ഒഴിഞ്ഞ സ്ഥലങ്ങളായിട്ട് ആകെ എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം ഉണ്ടല്ലേ. ടോട്ടൽ 12 സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ 12 നമ്മൾ ചെയ്യുന്നത് 12 നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യുകയാണ്. 12 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം നോക്കൂ. നിങ്ങൾക്കറിയുന്ന 6 × 2 എന്ന് എഴുതാം, 12 × 1 എന്ന് എഴുതാം, 6 × 2 എന്ന് എഴുതാം, 12 നമുക്ക് 3 × 4 എന്ന് എഴുതാം. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ 12 ആദ്യം 12 × 12 × 1 എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ നോക്കുക, 12ഉം ഈ 1ഉം തമ്മിൽ 11ൻ്റെ വ്യത്യാസമുണ്ട്, 6ഉം 2ഉം തമ്മിൽ 4ൻ്റെ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ 4ഉം 3ഉം ഈ രണ്ട് ഫാക്ടേഴ്സ് ഘടകങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസം 1ആണ്. അപ്പോൾ ഏറ്റവും കുറവ് വ്യത്യാസം വരുന്നതാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ 3 4 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്താ എടുക്കുന്നത് പറയുന്നത് ഈ ഗ്രൂപ്പ് ആക്കുന്നത്, ഈ 12 സ്ഥലങ്ങളെ ഗ്രൂപ്പ് ആക്കുന്നതിന് ഈ 3 അക്കങ്ങളുള്ള അല്ലെങ്കിൽ 3 അക്ഷരങ്ങളുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ 4 അക്ഷരങ്ങളുള്ള ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം 4 അക്ഷരങ്ങളുള്ള ഗ്രൂപ്പ് നോക്കാം. 4 അക്ഷരങ്ങളുള്ള ഗ്രൂപ്പ് വരുമ്പം 1 2 3 4. അതിനെ ഇങ്ങനെ ഞാനൊരു വരയിട്ട് വെക്കാം, ഇങ്ങനൊരു വര. ഓക്കെ, 1 2 3 4. ഇവിടെ 1 2 3 4 കറക്റ്റ്. 4 ഉണ്ടാകുമ്പോൾ 3 4 12 കറക്റ്റ് ആയല്ലോ. കറക്റ്റ്. ഇനി ഇവിടെ എങ്ങനെ ബന്ധമുണ്ടോ നോക്കൂ. ഇവിടുത്തെ അക്ഷരങ്ങൾ പ്രത്യേകം നോക്കിയിട്ട് ലാസ്റ്റിൽ ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്. നോക്കൂ, ഇവിടെ എ ഉണ്ട്, AB എന്നുണ്ട് അല്ലേ. ഇവിടെ ഡാഷ് ബി ആണ് ഇവിടെ ഉള്ളത്, അതേപോലെ ഡാഷ് ബി ആണ് ഇവിടെ ഉള്ളത്. കൂടാതെ നമുക്ക് നോക്കൂ, രണ്ടാമത്തെ അക്ഷരം നോക്കൂ, ഇവിടെ എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്. അപ്പോൾ ഇവിടെ AB എന്ന് പറയുന്നത് ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ എ എന്ന് നമ്മൾ എഴുതി നോക്കുക. അപ്പോൾ ഇവിടെ BA AB ഒരേപോലെ. അപ്പോൾ ഇവിടെ ബി ഉണ്ടായതുകൊണ്ട് ഇവിടെ നമുക്ക് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതും BA AB ആയി. നോക്കൂ, ഇനി ഇവിടെ ആദ്യത്തെ അക്ഷരം ബി ആണ്. അപ്പോൾ ആ BA നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ BA ഇവിടെ ഏത് അക്ഷരം കൊടുക്കുക, എ എന്ന് കൊടുക്കുക. അപ്പോൾ BA AB BA AB BA AB എന്ന് പറയുന്ന ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മളുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ എടുത്തത്? എ എടുത്തു, ബി എടുത്തു, ബി എടുത്തു, എ എടുത്തു. നോക്കൂ, ഇവിടെ നോക്കിക്കാൻ ABBA. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഞാൻ ഒന്നുകൂടെ ഈ ആദ്യത്തെ ചോദ്യമായിട്ട് പറയാം. ആകെ എത്ര സ്പേസ് ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് 12 കിട്ടി, 12 കിട്ടി. ആ 12നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 × 4 എന്ന് എഴുതാം. അപ്പോൾ 4 വെച്ചിട്ടുള്ള സെറ്റാക്കി നോക്കുക. ഇനി 4 വെച്ചിട്ടുള്ള സ്റ്റെപ്പ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ 3 വരുന്ന സ്റ്റെപ്പിലേക്ക് നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, അവിടെ ആ തരത്തിലാണ് ഇവിടെ സെറ്റ് വരിക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. BA ഡാഷ് ബി ബി ഡാഷ് ബി ഡാഷ് ബി ഡാഷ് BB എന്ന് പറയുന്ന രീതിയിലാണ് രണ്ടാമത്തത് വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര ലെറ്റർ ഉണ്ട് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12. 12 തന്നെയാണ് ഇവിടെ വരുന്നത്. 12 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? നമുക്ക് 4 × 3 അല്ലെങ്കിൽ 3 × 4 എന്ന് പറയുന്ന രീതിയിലാണ് എഴുതാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആദ്യം 4 നോക്കുക. 4 നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 1 2 3 4. അപ്പോൾ ഇവിടെയാണ് വരിക. ഇതടക്കം വരും 4 എന്ന് പറയുമ്പോൾ 1 2 3 4 ഇവിടെ വരും. 1 2 3 4 കറക്റ്റ്. അപ്പോൾ 4. ഇനി നോക്കുക, ഇവിടെയുള്ള പ്രത്യേകത നോക്കൂ നിങ്ങൾ. ആദ്യം ബി ആണ്, അവസാനം ബി ആണ്. ഇവിടെ ആദ്യം ബി ആണ്, അവസാനം ബി ആണ്. അപ്പോൾ ഇവിടെ ബി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ബി എന്ന് നമുക്ക് എഴുതി നോക്കാം.
ബി എന്ന് എഴുതി നോക്കാം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ മൂന്നാമത്തെ അക്ഷരം നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഇവിടെ മൂന്നാമത്തെ അക്ഷരം എന്തുണ്ട്? ബി ഉണ്ട് ഇവിടെ. ഓക്കെ. ഇവിടെയും മൂന്നാമത്തെ ലെറ്റർ എന്താണ്? ബി തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതി വരാം? ബി എന്ന് എഴുതി വരാം. അപ്പോൾ നോക്കൂ, BA BB എന്നായി. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കുക? രണ്ടാമത്തെ അക്ഷരം ഇവിടെ എ കൊടുത്തു കഴിഞ്ഞാൽ അത് BA BB ആയി. ഇവിടെയും ആ എ കൊടുത്തു കഴിഞ്ഞാൽ BA BB എന്നായി. അപ്പോൾ ഒരേ റിപ്പീറ്റ് ആവർത്തിച്ച് വരുന്ന വാക്കായിട്ട് ഇത് മാറിക്കഴിഞ്ഞു, സീരീസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ഏതല്ല? ആൽഫാബറ്റ്സ് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചത്? BA BA. നോക്കൂ, ഇവിടെ ആൻസറിൽ BA BA ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ. ഇനി 4 ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ 3 ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, നമുക്ക് C-BBA -CAB -AC -AB -AC ഒരുപാടെണ്ണം ഉണ്ടല്ലേ? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എണ്ണമുണ്ട്. 18 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 × 2 എന്നെഴുതാം. കൂടാതെ 18 നമുക്ക് 6 × 3 എന്നെഴുതാം. ഓക്കെ. ഇനി അതിൽ കുറവായിട്ട് നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ 9 × 2 എന്ന് പറയുമ്പം ഇത് തമ്മിൽ വ്യത്യാസം 7 വരുന്നുണ്ട്. ഇവിടെ വ്യത്യാസം 3 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് 6 × 3 എന്ന് പറയുന്നതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം 3 നോക്കാം. 3 നോക്കുമ്പോൾ എന്താ വരിക നോക്കിക്കോ. ഇതാ ഇവിടെ വരയിട്ടാൽ 3-ന് വരയിടുക, 3-ന് വരയിടുക, 3-ന് വരയിടുക, 3-ന് വരയിടുക, 3 ഇങ്ങനെ വരും. ഇവിടുത്തെ നോക്കിക്കോളൂ. നോക്ക്, ഇവിടെ വരുന്നത് നോക്കിയാൽ C-B ആണ്. ഇവിടെ C വരുന്നില്ല, പക്ഷേ ഇവിടെ CAB എന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ വരുന്നില്ല, B വരുന്നില്ല. ഇവിടെയും AB വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒന്നിടവിട്ട് വരുന്നതിൽ ഒരേപോലെ വരുന്നു, വേഗം നമുക്ക് ശരിയാക്കാൻ പറ്റും. നോക്ക്, CAB എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു A കൊടുത്തു കഴിഞ്ഞാൽ അത് CAB ആയി അല്ലേ? ഒന്നാമത്തേലായി. ഇവിടെ അങ്ങനെ ആക്കാൻ കഴിയില്ല, ഇവിടെ B ആണുള്ളത്. ഇവിടെയും പറ്റില്ല, ഇവിടെ ലാസ്റ്റ് C ആണുള്ളത്, ഇവിടെ B ആണ്. അപ്പോൾ അവിടെ കൊടുത്ത് ശരിയാവില്ല. ഇവിടെ നോക്കി AB ലാസ്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്കിവിടെ CAB എന്ന് എഴുതാം. അപ്പോൾ ഈ ഒന്നാമത്തതും ഈ സെറ്റും ഒരുപോലെ ആയി. ഇനി മറ്റേ നോക്ക്, BA- ആണ്. ഇവിടെ -AC ആണ്, ഇവിടെയും -AC ആണ്. അപ്പോൾ -AC എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ എത്ര വന്നിട്ടുണ്ട്? B വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് B എന്ന് കൊടുത്താൽ എന്തായി? അത് BAC ആയി. ഇവിടെയും B കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് BAC ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി? C എന്ന് പറയുന്ന അക്ഷരം കൊടുത്താൽ മതി. അപ്പോൾ അതും എന്തായി? BAC ആയി. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് സീക്വൻസ് വരുമ്പോൾ എല്ലാം ഒരുപോലെയല്ല, ഒന്നിടവിട്ട ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സെറ്റാണ് സെയിം ഈക്വലായിട്ട് വരുന്നത്. CAB BAC രണ്ടാമത്തത്, നാലാമത്തത് BAC, ആറാമത്തതും BAC. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് റിപ്പീറ്റഡ് സീക്വൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ AC BC B AC 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 B പിന്നെ വരുന്നത് BCB AC BCB AC BCB ലാസ്റ്റിലെത്താണ് അതിൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളുകൾ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ആണ്. 16 എന്ന് പറയുമ്പോൾ 16 വരിക. 16 നമുക്ക് എങ്ങനെ എഴുതാം? 8 × 2 എന്ന് എഴുതാം. 16 × 1 എന്ന് എഴുതാം കേട്ടോ. 16 വേറെ മാറ്റിയിട്ട് നമുക്ക് 4 × 4 എന്ന് എഴുതാം. അപ്പോൾ ഏറ്റവും ഡിഫറൻസ് കുറഞ്ഞത് നമുക്ക് 4 × 4 വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് 4 എണ്ണമുള്ള സെറ്റാക്കി നോക്കാം. നമുക്ക് 4 എണ്ണമുള്ള സെറ്റ് പറയുമ്പോൾ ഇവിടെ വരും 1 2 3 4 ഇവിടെ, 1 2 3 4 ഇവിടെ, 1 2 3 4 ഇവിടെ, 1 2 3 4 ഇവിടെ. ഇനി ഇവിടുത്തെ നോക്കിയ പ്രത്യേകത നോക്കൂ. H ഉണ്ട്, H ഉണ്ട്, H ഉണ്ട്, HF ഇവിടെയുണ്ട്, HF ഇവിടെയുണ്ട്. അപ്പോൾ HF ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ E എന്ന് എഴുതിയാൽ HFEG ആയി. അപ്പോൾ ഇവിടെയും F കൊടുത്താൽ ഈസിയാണിത്. HFEG വന്നു. ഇവിടെയും G കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ G കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും HFEG. ഇത് F ആണ്.
ഓക്കെ, ഇവിടെ എഫ് കൊടുത്ത് അതിലെന്തായി HFEG എന്ന് പറയുന്ന ഒരേപോലെയുള്ള സെറ്റ് വന്നു. അപ്പോൾ ഉപയോഗിച്ച അക്ഷരങ്ങൾ FEFG ഒന്നാമത്തതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കാൻ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഒരു പ്രത്യേക തരത്തിലാണ് അല്ലേ, വെറും ഇവിടം വരെ ഉള്ളൂ. ഇവിടെ ലാസ്റ്റിലൊരു B ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കോളൂ. 2A ഡാഷ്, പിന്നെ 3A ഡാഷ്, 4A ഡാഷ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2A 3A 4A 5. അപ്പോൾ ഇവിടെ എത്ര വരണം? 2A 3A 4A 5A ഇവിടെ വരണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എഴുതി നോക്കാം. അപ്പോൾ എന്തായി? 5A ആയി. അപ്പോൾ ലാസ്റ്റിൽ എന്താ വരുന്നത്? B ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ BA എല്ലാ സ്ഥലത്തും കൊടുത്താൽ മതിയില്ലേ. അപ്പോൾ എന്ത് കിട്ടും? ഒരു പുതിയ സീക്വൻസ് കിട്ടും. 2A B, അതുപോലെ 3A B, 4A B, 5A B. കറക്റ്റ്. ഈ തരത്തിലും എന്ത് വരാം? സീക്വൻസ് വരാം. അതായത് എല്ലാം ഒരുപോലെ ആയിട്ട് വരണമെന്നില്ല, ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ ഇൻക്രീസ് പോകുന്ന രീതിയിലും സീക്വൻസ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അക്ഷരങ്ങൾ എണ്ണിക്കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. കാരണം ഇവിടെ 3 എണ്ണമുള്ള സെറ്റാണ്, ഇവിടെ 4 എണ്ണമുള്ളതാണ്, ഇവിടെ 5 ആണ്, ഇവിടെ 6 ആണ്. അപ്പോൾ എല്ലാം ഒരേപോലെ മുകളിൽ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ള കാരണം എന്താ? ഇവിടുത്തെ തന്നിരിക്കുന്ന ലെറ്റേഴ്സ്, ആൽഫാബറ്റ്സ് നോക്കിയിട്ടാണ് അങ്ങനെ ഒരു ആലോചന വന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണെങ്കിൽ ആദ്യം തന്നെ ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ കിട്ടാത്തതാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും നോക്കിയിരുന്ന സമയത്താണ് സമയം ഉപയോഗിച്ച് ഇവ കണ്ടെത്തി പഠിക്കേണ്ടത്. ഓക്കെ, ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ബൈ.